പ്രൈവറ്റ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ NIOS കോഴ്സുകൾ ആരംഭിച്ച ദീപ കോളേജ് മഹത്തായ സേവന പാരമ്പര്യവുമായി 40 വർഷം പൂർത്തിയാക്കുന്നു. 4 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന +2 കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി, PG, ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു. സ്പെഷ്യൽ ട്യൂഷൻ ഫോർ +2, BCom, BSc, മികച്ച പരിശീലനം, ഉന്നത വിജയശതമാനം. ദീപ കോളേജ്, തോപ്പുംപടി, എറണാകുളം, കാലടി, ചേർത്തല. എഡ്രാക് കൊച്ചി മേഖല വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. എഡ്രാക് കൊച്ചി മേഖല വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ സ്വയം തൊഴിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. കണ്ണമാലി JM മെമ്മോറിയൽ ഹാളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. എഡ്രാക് കൊച്ചി മേഖല പ്രസിഡന്റ് IJ ജോളി സ്വാഗതം ആശംസിച്ചു. എഡ്രാക് കൊച്ചി മേഖല വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ബെറ്റ്സി ബ്ലേസി അധ്യക്ഷത വഹിച്ചു. ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് KL ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മേഖലയുടെ വനിതാ കമ്മിറ്റി മുഖാന്തരം അവരുടെ നേതൃത്വത്തിൽ ഒരു സംരംഭകത്വ ശില്പശാല, അതാണ് ഉദ്ദേശ്യം. അതിനു മുമ്പേ 1-2 വാക്ക് ഞാൻ പറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. കാരണം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അവർ പ്രത്യേക പ്രദേശത്തെ ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അതിന് പരിഹാരം നേടുവാൻ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടത്തുവാനുള്ള ഒരു ശക്തമായ മാധ്യമമാണ്. അപ്പോൾ അത് കേവലം ആ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളോ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതല്ല. മറിച്ച് ആ അസോസിയേഷൻ അംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്താൽ മാത്രമായിരിക്കും ആ ഒരു ഉദ്ദേശം, എന്തിന്റെ ഉദ്ദേശത്തിലാണോ റെസിഡൻസ് അസോസിയേഷൻ രൂപം കണ്ടിട്ടുള്ളത്, അത് നമുക്ക് ചെയ്യുവാൻ കഴിയും. എഡ്രാക് വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ജെയിൻ ത്രിലോക് മുഖ്യ പ്രഭാഷണം നടത്തി. എഡ്രാക് കൊച്ചി മേഖല ജനറൽ സെക്രട്ടറി ഡോക്ടർ അനു ഫ്രാൻസിസ് സംസാരിച്ചു. സ്വയം സംരംഭകത്വ ശില്പശാല എന്ന വിഷയത്തിൽ ഫിഷറീസ് കൊച്ചി മേഖല ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാജ ജോസ്, കൊച്ചി താലൂക്ക് വ്യവസായ വികസന ഓഫീസർ KK സുനിൽകുമാർ, ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസ് റിസോഴ്സ് പേഴ്സൺ ഗോവിന്ദരാജ് ചെണായി, MG സിന്ധു, ശുഭ മേനോൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. KP അലക്സാർ, അനിത ഫെർണാസ്, KJ ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണമാലി.